എല്ലാവർക്കും 1 സെക്കൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ നല്ലപോലെ കാണാൻ ഫുൾ സ്ക്രീൻ യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പുതിയ എംപ്ലോയിക്ക് PF നമ്പർ ജനറേറ്റ് ചെയ്യാം, 2025 ഓഗസ്റ്റിനു മുൻപ് PFൽ ജോയിൻ ചെയ്ത എംപ്ലോയീസിന്റെ PF നമ്പർ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അവരുടെ ഫേസ് ഓതന്റിക്കേഷൻ ചെയ്യാം, PF നമ്പർ അറിയാത്തവരുടെ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. ഇത് ചെയ്യാനായി നമുക്ക് 2 ആപ്പുകളാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഒന്ന് ഉമാഗ് ആപ്പ് ആൻഡ് ആധാർ ഫേസ് RD ആപ്പ്. അതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ തുറക്കുക. അതിൽ ഉമാഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ ഫേസ് RD എന്ന ഈ കാണുന്ന ആപ്പും ഡൗൺലോഡ് ചെയ്യുക. ആധാർ ഫേസ് RD ആപ്പ് മറ്റ് ആപ്പുകളെപ്പോലെ ആപ്പ് ബാറിൽ കാണിക്കുകയില്ല. ശേഷം ഉമാഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ്, ഗെറ്റ് സ്റ്റാർട്ട്, OK കൊടുത്തുകൊണ്ട് ആപ്പ് സൈൻ അപ്പ് മെനുവിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ഫോർ നൗ കൊടുത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ഈ ടോപ്പിൽ കാണുന്ന 3 ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് OK കൊടുത്തും സൈൻ അപ്പ് മെനുവിൽ വരാവുന്നതാണ്. അതിൽ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യുക. തുടർന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ജനറേറ്റ് OTP കൊടുക്കുക. വെരിഫൈ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഫില്ല് ചെയ്യുക. കൂടാതെ യൂസർ ID ആൻഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുക. സൈൻ അപ്പ് ചെയ്യുക. പിൻ നമ്പർ കൊടുക്കുമ്പോൾ തുടർച്ചയായുള്ള നമ്പർ കൊടുക്കാതെ നോക്കുക. അതുപോലെ യൂസർ നെയിം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു എറർ വരുന്നുണ്ടെങ്കിൽ യൂസർ നെയിം ചേഞ്ച് ചെയ്തു കൊടുക്കുക. സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം അലൗ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉമാഗ് ആപ്പ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ പേര് കാണാൻ സാധിക്കുന്നതുമാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ എംപ്ലോയിക്ക് എങ്ങനെ PF നമ്പർ ജനറേറ്റ് ചെയ്യാമെന്നാണ്. ഓഗസ്റ്റ് 1, 2025 മുമ്പ് വരെ എംപ്ലോയർ ആയിരുന്നു PF നമ്പർ ജനറേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഓഗസ്റ്റ് 1, 2025 ശേഷം ഒരു എംപ്ലോയിക്ക് മാത്രമേ PF നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ELI അല്ലെങ്കിൽ PMVBRY എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 1 ഓഗസ്റ്റ് 2025 ശേഷം PFൽ ജോയിൻ ചെയ്യുന്ന ഫ്രഷ് എംപ്ലോയിക്ക് അവരുടെ സാലറി അനുസരിച്ച് മാക്സിമം 15,000 രൂപ വരെ ഇൻസെന്റീവായി എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഈ എമൗണ്ട് 2 ഭാഗങ്ങളായിരിക്കും എംപ്ലോയിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ആദ്യത്തെ എമൗണ്ട് ജോയിൻ ചെയ്ത കമ്പനിയിൽ 6 മാസം പൂർത്തിയാവുമ്പോൾ ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് അടുത്ത 6 മാസം പൂർത്തിയാവുമ്പോൾ ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉമാഗ് ആപ്പ് വഴി PF നമ്പർ അഥവാ UAN നമ്പർ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി സെർച്ച് ബാറിൽ EPFO എന്ന് സെർച്ച് ചെയ്യുക. ഈ ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് UAN അലോട്ട്മെന്റ് ആൻഡ് ആക്ടിവേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ നിങ്ങളുടെ ആധാർ നമ്പറും ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും കൊടുത്ത് ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് സ്റ്റാർട്ട് സ്കാൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്നത് ഫേസ് ഓതന്റിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ പറയുന്നത് ഫേസ് ഓതന്റിക്കേഷൻ ക്യാപ്ചർ ആകുന്നതുവരെ സ്ക്രീനിൽ കാണുന്ന സർക്കിളിൽ നിങ്ങളുടെ ഫേസ് അലൈൻ ചെയ്യാൻ നോക്കുക. ബ്ലാക്ക് ലൈറ്റ് ഒഴിവാക്കി നിങ്ങളുടെ ഫേസ് നന്നായി കാണുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ഫേസ് മറയ്ക്കുന്ന സൺഗ്ലാസ്, മറ്റു വസ്തുക്കൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ഫേസ് സ്കാൻ ആകുമ്പോൾ ഗ്രീൻ സർക്കിൾ വിസിബിൾ ആകുന്ന സമയത്ത് 2 കണ്ണുകളും 2-3 തവണ ബ്ലിങ്ക് ചെയ്യാനുമാണ് പറയുന്നത്. ഫേസ് സ്കാൻ ചെയ്യാനായി ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ഫേസ് സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി PF നമ്പർ ഉണ്ടെങ്കിൽ ഫേസ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. അതിൽ കാണിക്കുന്ന PF നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അടുത്തതായി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ PFൽ പുതിയ മെമ്പറാണെങ്കിൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആയിരിക്കും ഷോ ആവുക. ശേഷം സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ UAN നമ്പർ അഥവാ PF നമ്പർ ജനറേറ്റ് ആകുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് UAN നമ്പറും ഒരു ടെമ്പററി പാസ്വേഡും ടെക്സ്റ്റ് മെസ്സേജായി വരുന്നതുമാണ്.
അടുത്തതായി നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള PF നമ്പർ അഥവാ UAN നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ EPFO മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. സൂം ചെയ്യുക. അതിനുശേഷം നോ യുവർ UAN ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ക്യാപ്ച എന്നിവ കൊടുത്ത് സെൻഡ് OTP കൊടുത്ത് OTP വെരിഫൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ UAN നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫോർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UAN നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് നോട്ട് ആക്ടിവേറ്റഡ് എന്ന എറർ മെസ്സേജ് വരികയാണെങ്കിൽ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് അടുത്തതായി പറയുന്നത്. യുമാഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ EPFO എന്ന് സെർച്ച് ചെയ്യുക. EPFO ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുക. ശേഷം UAN ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ UAN നമ്പർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ കൊടുത്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് OTP വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ UAN ആക്ടിവേറ്റ് ചെയ്തതാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആയിരിക്കും ഷോ ആവുക. ശേഷം സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ UAN നമ്പർ ആക്ടിവേറ്റ് ആവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് UAN നമ്പറും ടെമ്പററി പാസ്വേഡും ടെക്സ്റ്റ് മെസ്സേജായി വരുന്നതുമാണ്. ഈ പാസ്വേഡ് മെമ്പർ ഹോം സൈറ്റ് വഴി ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. അടുത്തത്, ആക്ടിവേറ്റ് ചെയ്ത UAN എങ്ങനെ ഫേസ് ഓഥന്റിക്കേഷൻ ചെയ്യാം എന്ന് നോക്കാം. അതിനായി ഉമാഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ EPFO സെർച്ച് ചെയ്ത് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് ഫേസ് ഓഥന്റിക്കേഷൻ ഓഫ് ഓൾറെഡി ആക്ടിവേറ്റഡ് UAN സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാർട്ട് സ്കാൻ ക്ലിക്ക് ചെയ്ത് ഫേസ് സ്കാൻ ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ UAN നമ്പർ, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫേസ് ഓഥന്റിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതാണ്.